ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ് വിഷുവായിട്ട് എല്ലാവരുടെയും പരിപാടീസ്? ഞാനിതാ ഓഫീസ് കഴിഞ്ഞ് വരുന്ന വഴിയാണ് കേട്ടോ. ഫുൾ മൂൺ ഒന്ന് നോക്കിക്കേ, അതിൻ്റെ ഭംഗി കണ്ട് ഞാൻ എടുത്തതാണ്. നല്ല രസമില്ലേ കാണാനായിട്ട്? അത് കഴിഞ്ഞ് നേരെ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായിട്ടുള്ള ഈ ഷോപ്പിലേക്കാണ് കേട്ടോ പോയത്. എപ്പോഴും നമ്മളിതാ ഈ ഷോപ്പിൽ നിന്നാണ് പച്ചക്കറികളൊക്കെ വാങ്ങുന്നത്. ഇന്നത്തെ ഷോപ്പിങ്ങിനൊരു പ്രത്യേകത കൂടെയുണ്ട്. കാരണം പിറ്റേ ദിവസം വിഷുവാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മാത്രമല്ല, നമുക്ക് കണി വെക്കാനുള്ള ഐറ്റംസും വാങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിതാ ഈ ഷോപ്പിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കറീസും അതുപോലെ ഫ്രൂട്ട്സും എല്ലാം ഇവിടെ തന്നെ അവൈലബിൾ ആണ്. സാധാരണ ദിവസങ്ങളിൽ ഫ്രൂട്ട്സ് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് പ്രത്യേകമായിട്ട് വിഷുവിൻ്റെ സ്പെഷ്യലായിട്ട് അവർ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്റ്റാള് പോലെ വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ എടുത്ത് കാണിക്കുന്നത് കുഞ്ഞു വെള്ളരിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന അത്ര പോലും അതിന് വലിപ്പമില്ല, വളരെ ചെറുതാണ്. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നെക്സ്റ്റ് ഇനി പടക്കം വാങ്ങിക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ പച്ചക്കറി വാങ്ങിയ ആ ഒരു സെയിം സ്ഥലത്ത് തന്നെ പടക്കം ഉണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോണതാണ് കേട്ടോ. പക്ഷേ പട്ടി ചന്തയ്ക്ക് പോയതുപോലെ ഞങ്ങൾക്ക് തിരിച്ചു വരേണ്ടി വന്നു. അവിടെയൊക്കെ ഉണ്ടായിരുന്നു സ്റ്റോൾസ്, പക്ഷെ എന്തോ അവിടെ ഒന്നും കയറാൻ തോന്നിയില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചതാ നമ്മൾ പച്ചക്കറി വാങ്ങിച്ച സെയിം സ്പോട്ടിലോട്ട് തന്നെ വരുവാണേ. ഇവിടെയാണ് കേട്ടോ എന്നും ഞാൻ ഓഫീസ് കഴിഞ്ഞ് വന്ന് ബസ് ഇറങ്ങുന്നത്. ഇതാണ് പൂച്ചാക്കൽ. ഇവിടെ തന്നെ അത്യാവശ്യം എല്ലാ ഷോപ്പും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ എങ്ങോട്ടേക്കൊന്നും വാങ്ങിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒന്നാമത് വിഷു കൂടെ ആയതുകൊണ്ട് ഒരുപാട് സ്റ്റോൾസ്, പടക്കത്തിൻ്റെയൊക്കെ സ്റ്റോൾസ് ഈ ഒരു ഭാഗത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നോക്കിയതാ ഇവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. ഇതാ ഈ ഒരു അച്ഛനും നേരത്തെ കണ്ട അമ്മയും കൂടെ നടത്തുന്നതാണ്. അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ സൗണ്ട് ഉണ്ടാവുന്നതിനേക്കാൾ ഇഷ്ടം ഇതുപോലെ പൂത്തിരി, മെത്താപ്പൂ, കമ്പിത്തിരി, ചക്രം അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ്. ഈ പടക്കത്തിനോട് വലിയ താല്പര്യമില്ല, കാരണം പേടിയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല കേട്ടോ. എന്താ വില, തീ പിടിക്കണ വില എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ വിഷു എന്ന് പറയുന്നത് തന്നെ പടക്കവും കണിയും ഒക്കെ ആണല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെ വാങ്ങിക്കാതിരിക്കുന്നത്? ഏറെക്കുറെ എല്ലാവരും എങ്ങനെയെങ്കിലും ആ ദിവസം പടക്കം വാങ്ങിച്ചിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഞങ്ങളിതാ എന്തൊക്കെ വേണം എന്ന് ഡിസ്കസ് ചെയ്ത് ഓരോന്നോരോന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്ത് വാങ്ങിച്ചാലും ഞാൻ തന്നെ പൊട്ടിക്കണം. ഞാനും അനന്തും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറ്റുന്ന ഐറ്റംസ് ഞാൻ നോക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ചക്രത്തിൻ്റെ കേസ് എത്തിയപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായി. ഒരെണ്ണം ഒറ്റ റൗണ്ടും ഒരെണ്ണം രണ്ട് റൗണ്ട് നിർത്താതെ കറങ്ങുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ ചേട്ടൻ തന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് അതും ഇത് ശരിക്കും അനന്തുവിൻ്റെ താല്പര്യപ്രകാരം മാത്രം എടുത്ത സാധനം കേട്ടോ. കാരണം എനിക്കതൊക്കെ പൊട്ടിക്കാൻ പേടിയാണ്. അങ്ങനെ നമ്മൾ ഐറ്റംസൊക്കെ വാങ്ങി ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ആഹാ, അങ്ങനെ ഓരോ തലയ്ക്കുന്നതാ വിഷു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, അവിടുന്നും ഇവിടുന്നും എല്ലാ സൗണ്ടുകളായിരുന്നു പടക്കം പൊട്ടുന്നതിൻ്റെ. അങ്ങനെ നമ്മൾ നേരെതാ സ്റ്റിച്ച് ചെയ്യുന്ന ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നേക്കുവാണ് കേട്ടോ. എന്തൊരു ഭംഗിയാന്ന് നോക്കിക്കേ. ആ വീട്ടിലുള്ള പട്ടിക്കുഞ്ഞാണ്, ഇത് പാച്ചു എന്നാണ് കേട്ടോ പേര്. നല്ല ക്യൂട്ടാണ് ആള്, അതുപോലെ തന്നെ നല്ല കമ്പനിയുമാണേ. പക്ഷെ ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ആര് വന്നാലും അവരുടെ കൂടെ പോകും. അതുകൊണ്ട് തന്നെ അവർ നല്ല സൂക്ഷിച്ചാണ് കേട്ടോ നോക്കണത്. പെട്ടെന്ന് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആരുടെയിലൊക്കെ കൂടെ ആളിറങ്ങിപ്പോവും. അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഡ്രസ്സൊക്കെ കൊടുത്തിട്ട് വീട്ടിലോട്ട് വരുവാണ്. ഇത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. മുന്നത്തെ വീഡിയോസിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു, സ്റ്റിച്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊടുത്തു. അവസാനം നമ്മളിതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ആ കാണുന്ന സ്ഥലത്താണ് കേട്ടോ ഞാൻ കണി വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള സെക്കൻഡ് വിഷുവാണ് കേട്ടോ ഇത്. ഫസ്റ്റ് വിഷുവിലും ഞാൻ അവിടെ തന്നെയായിരുന്നു കേട്ടോ കണി വെച്ചിരുന്നത്. ഏതായാലും കണിയൊക്കെ ഒരുക്കാൻ പോകുന്നതല്ലേ, അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലവും ഒന്ന് അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്തിട്ടേക്കാന്ന് കരുതി. എന്നും രാവിലെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. എങ്കിൽ പോലും ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണല്ലോ. സ്പെഷ്യലായിട്ട് കണിയൊക്കെ ഒരുക്കുമ്പോൾ കുറച്ചുകൂടെ നീറ്റ്നെസ് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നൈറ്റ് തന്നെ നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയിടുന്നത്. ഇനി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കണി ഒരുക്കിയതിന് ശേഷം കിടക്കത്തുള്ളൂ കേട്ടോ. കുറേയൊക്കെ ക്ലീനിങ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ വർത്താനം പറഞ്ഞാണ് സമയം പോകുന്നത്. അങ്ങനെ ഞാനിവിടെ ഒരുക്കങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്ര വെച്ചിട്ടും എനിക്ക് അങ്ങോട്ട് സാറ്റിസ്ഫാക്ഷൻ കിട്ടണില്ല. അതാണ് ഈ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം കൂടെ പൊട്ടി താഴെ വീഴുവാണ്. ഈ സാധനത്തിന് കട്ടിയില്ലേ
അങ്ങനെ ഞാൻ ഒരു വിധത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബേസ് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതാ പണി സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓരോന്നോരോന്നായിട്ട് ഇത് അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ അവസാനം ഞങ്ങളുടെ കണി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി രാവിലെ നമ്മൾ വിളക്കൊക്കെ വെച്ച് നല്ല ഐശ്വര്യമായിട്ട് കുളിച്ച് വന്ന് കണി കാണും കേട്ടോ.